ഈസി ആയിട്ട് എഐ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീടുകള് ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആർച്ച് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് iOSലും ആൻഡ്രോയിഡിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇന്റീരിയർ ആണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇന്റീരിയർ എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എഐ ഇതിൽ എത്രമാത്രം ഇൻവോൾവ് ചെയ്യണം എന്നുള്ളതാണ് ഈ ചോദ്യം. അതിൽ നമുക്ക് ഹൈ എന്ന് തന്നെ കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട തീം ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. തീമല്ല, ഏതാണ് നമ്മുടെ ഭാഗം എന്നുള്ളത്. ഇപ്പോൾ ലിവിംഗ് റൂം ആണോ, ബെഡ്റൂം ആണോ, അതോ കിച്ചൺ ആണോ, ഡൈനിങ് ആണോ? ഇതിൽ ഞാൻ ബെഡ്റൂം എന്നുള്ളത് ഭാഗം ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ ഒരു നമ്മുടെ തീം എന്താണെന്നുള്ളത്, ലക്ഷറി വേണോ, മിനിമലിസ്റ്റിക് ആയിട്ട് വേണോ, ഫാം ഹൗസ്, അതുപോലെ ഇതിൽ 2 വേർഷനാണുള്ളത്. ഒന്ന് പ്രോ വേർഷനും ഉണ്ട്, അതുപോലെ ഫ്രീ വേർഷനും ഉണ്ട്. പ്രോ വേർഷൻ എടുത്താലാണ് നമുക്ക് കൂടുതലായിട്ടുള്ള പ്രോ ആയിട്ടുള്ള ഡിസൈനുകളൊക്കെ നമുക്ക് ലഭിക്കുക. അതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു മിനിമം രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിളൊക്കെ നമ്മളെ റൂമിൻ്റെതൊക്കെ ഒരു 3D ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് നോക്കിയാൽ മതി. ആദ്യം മിനിമലിസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം സർപ്രൈസ് മീ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ സർപ്രൈസ് മീ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മളൊരു ആഡ് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഇതുപോലെ ഒരു സ്കാനിങ് യുവർ ഇമേജ് എന്നുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സമയത്താണ് എഐ ഇതിന്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഔട്ട്പുട്ട്. നമ്മൾ കൊടുത്തതും ഇതിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഔട്ട്പുട്ട് ഈ ഒരു രൂപത്തിലാണ്. അപ്പൊ അതിന്റെ ആ ഒരു വ്യത്യാസം നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ്. ഇതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയ റിസൾട്ട്. ഇത്ര ഈസിലി നമുക്കൊരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമുക്കൊന്ന് എക്സ്റ്റീരിയർ എങ്ങനെയാണ് ഇതിലൂടെ ഒന്ന് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ആപ്പ് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ എക്സ്റ്റീരിയർ റീഡിസൈൻ എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫോട്ടോ എന്നുള്ള ഭാഗത്ത് നിന്ന് നമ്മുടെ നിലവിലെ ഏതെങ്കിലും ഒരു വീടിൻ്റെ പുറമേ ഉള്ള വ്യൂ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം എഐ അതിൻ്റെ എഐൻ്റെ മാക്സിമം പവറിലേക്ക് ഹൈ എന്നുള്ള കമ്പാറ്റിബിലിറ്റിയിൽ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. ഹൗസ് ആണോ, വില്ലയാണോ, അതോ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ഓഫീസാണോ? ഇതിലിപ്പോൾ ഹൗസ് ആയതുകൊണ്ട് നമ്മൾ ഹൗസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇതിൽ നമ്മൾ അടുത്തതായി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏത് തീമാണ് എന്നുള്ളതാണ്. കൊളോണിയൽ, അതേപോലെ കണ്ടംപററി, ഫാം ഹൗസ്, ക്രീപ്പി, അങ്ങനെ പല ഡിസൈൻസ് ഇതിലുണ്ട്. ഇതിൽ ചിലത് പ്രോ വേർഷനിൽ നമ്മുടെ പെയ്ഡ് വേർഷനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലിപ്പോൾ നമ്മളൊരു മോഡേൺ എന്നുള്ള ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാണ്. അതിനുശേഷം കളർ തീം നമ്മൾ സർപ്രൈസ് മീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ആഡ് വാച്ച് ചെയ്യണം. നമ്മുടെ ആഡ് റൺ ആയതിനു ശേഷം നമ്മൾ ഇമേജ് സ്കാൻ ചെയ്യുകയാണ് AI. നിലവിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും അതേപോലെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വന്ന ഫോട്ടോയുമാണ് ഈ കാണുന്നത്. നിലവിൽ നമ്മൾ അപ്ലോഡ് ചെയ്തത് ഈ ഫോട്ടോ ആണ്. നിലവിൽ നമുക്ക് ഇൻപുട്ടായിട്ട് വന്നത് ഈ ഒരു ഔട്ട്പുട്ടുമാണ്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രമാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്നുള്ളത്. ഇതിൽ നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളും അതും അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മോസ്റ്റ്ലി ഒരു അക്യുറസി നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇത് നമുക്ക് റെഫറൻസ് ആയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഡിസൈനറെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു തീമിലേക്ക് നമുക്ക് ഡിസൈൻ ചെയ്ത് എത്തിക്കാവുന്നതാണ്. നമ്മൾ ആപ്പ് സ്റ്റോറിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ബട്ടണിൽ ആർച്ച് എന്നുള്ള ഒരു
കീവേഡ് സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു AI ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടുകൾ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വളരെ ഈസിലി നമുക്ക് ചെയ്യാവുന്നത്. ഇതിൻ്റെ ഒരു പ്രോ വേർഷൻ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ആപ്പിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിടാം.